ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. We bring greetings to all those who are listening to us this morning in the name of our Lord and Savior Jesus Christ. ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നിരിക്കുന്നത് എങ്ങനെ ഏകാന്തത ഇല്ലാത്തൊരു ജീവിതശൈലി നമുക്ക് ചെയ്യാം. Today morning I have been meditating and prepared myself to preach unto you is how we can take off our loneliness from our lives and live a life. അതിനെ ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ഞാൻ വായിക്കുന്നു. In accordance to that, I'm going to read from John's Gospel, chapter 8, 29. verse 29. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. And the one who sent me is with me, he has not deserted me, for I have always do those things that are pleasing to him. കർത്താവായ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ ആ അധ്യായം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യേശുവോ ഒലിവുമലയിലേക്ക് പോയി, എല്ലാവരും വീട്ടിലേക്ക് പോയി. 7:53 പറയുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, തൻ്റെ പഠിപ്പീര് കേട്ടുകൊണ്ടിരുന്ന, തൻ്റെ രോഗസൗഖ്യം പ്രാപിച്ച എല്ലാവരും വീട്ടിലേക്ക് പോയി, അവനോ ഒലിവുമലയിലേക്ക് പോയി. When we read the beginning of this chapter, it says that Jesus returned to the Mount of Olives, but everyone else who were with him went back home. If you read the previous chapter, the last verse, it says that there were many people following him, many people gathered around him, but this point of time they all deserted him and Jesus returned back. യേശുക്രിസ്തു നന്മ ചെയ്തുകൊണ്ട് ദേശമൊക്കെ ചുറ്റി നടന്നു എന്ന് അപ്പോസ്തലന്മാര്, അവനെ കണ്ടവര് കേട്ടവര് കൂടെ നടന്നവര് പറയുണ്ടായി. അപ്പോൾ നന്മ ചെയ്തിട്ടും രോഗം സൗഖ്യമാക്കിയിട്ടും അത്ഭുതങ്ങളൊക്കെയും അവരുദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കണ്ടിട്ടും അവനെ അംഗീകരിക്കാൻ മനസ്സുള്ള ഒരു സമൂഹം യെരുശലേമിലോ അതിന്റെ അടുത്ത ഭാഗങ്ങളിലോ ഉണ്ടായിരുന്നില്ല. The apostles have witnessed a lot of miracles and good things what Jesus has been doing through his ministry, and even though they have witnessed it, they experienced all those miracles, but there was much people around him who couldn't authorize his authority and be with them in these moments. ആകപ്പാടെ യെരുശലേമിൽ നിന്ന് 2 മൈൽ ദൂരെയുള്ള ബഥാനിയയിൽ വല്ലപ്പോഴും യേശുവും 12 ശിഷ്യന്മാർക്കൂടെ പോകുവാൻ അവസരം ലഭിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാ ദിവസവും യെരുശലേമിൽ വരുമ്പോൾ അവനെ അംഗീകരിക്കുകയും അവന് ആഹാരം കൊടുക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുന്ന സാഹചര്യങ്ങളോ ചുറ്റുപാടോ ആ ഭവനത്തിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം യേശു ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാരുമായി മലയിൽ പോയി സമയം ചെലവഴിക്കുന്നത്. Once in a while he used to go to Bethany with his all disciples and he had some time out there, but when he comes back to Jerusalem there was nobody who could approve of him, nobody wanted to be with him. That's why it says that many times he had returned back to the Mount of Olives for his private moments. തന്റെ വീട്ടിലെ തനിക്ക് സഹോദരന്മാരായിട്ടുള്ളവർ അവനെ അംഗീകരിച്ചിരുന്നില്ല. Nazareth, his own brothers did not approve of him in his home. അതിന്റെ കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ തന്റെ ഇടപാടുകളും തന്റെ സംസാരവും തന്റെ ജീവിതമാർഗവും ജ്ഞാനത്തിന്റെയും കൃപയുടെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതശൈലി ആയിരുന്നിരിക്കണം യേശുക്രിസ്തുവിന്റെ. Many times I wondered why his own brothers could not approve of him. I think the reason is that Jesus had a different kind of lifestyle. He had a way of his life, his wisdom and his all the things, his divine nature, everything the other people could not approve. They were jealous of it. നാം ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് ചെയ്യാതെ അത് വ്യത്യസ്തമായി കണ്ടിട്ട് അതിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അന്നും ഇന്നും നമ്മളെ ഏകരായി മറ്റുള്ളവരാൽ തഴയപ്പെടുന്ന ഒരു സ്വഭാവം കാണുവാൻ കഴിയും. In these days also, when we do things which is different than other people, they cannot approve of us, they cannot get along with us, and we always been abandoned in our lifestyles and we are lonely in our life. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ബിഷപ്പ് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ കേട്ടു. അവരെല്ലാവരും കൂടെ എക്സ്കർഷന് പോയ സമയത്ത് എവിടെയോ ഒരു സിനിമാ കുട്ടയിൽ കയറി സിനിമ കാണുവാനായിട്ട് അവരാഗ്രഹിച്ചപ്പോൾ ഒരു പെൺകുട്ടി കരയുകയും അതിനുവേണ്ടി എതിര് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവളെ
ഒരു ഗുണമില്ലാത്തവളായി, സൊസൈറ്റിയിൽ പെടുത്താൻ കൊള്ളാത്തവരായി ബാക്കിയുള്ളവർ ചിത്രീകരിച്ചെങ്കിലും അവളുടെ ഹിതത്തിനു വേണ്ടി അവിടെ ഒരു പ്രവൃത്തി ദൈവം ചെയ്തു എന്ന് ദൈവപ്രവൃത്തിയെ കാണിക്കാൻ ആ ബിഷപ്പ് പറയുന്ന ഉദാഹരണം ഞാൻ കേൾക്കുകയുണ്ടായി. Recently I heard an example. A bishop was saying about a girl when they went from the school for some excursions or something like the vacation, and they wanted to watch a movie, but this girl said she cannot go to the movie. She doesn't want to watch a movie, and she was all by herself there. And it has been said that there was a miracle that God did that day when all the other people deserted her and went for that movie. അപ്പൊ അത് കണ്ടപ്പോൾ അങ്ങനെ അവർക്ക് സിനിമ കാണാൻ പറ്റാത്തതിനാൽ എല്ലാവരും ഇവളെ ഒരു പ്രത്യേക ജീവിയായി, എല്ലാവർക്കും ഒരു ശല്യമായി കാണുന്നത് പോലെ തന്നെയായിരിക്കാം കർത്താവിന്റെ കാലത്ത് അവൻ കൃപയിലും ജ്ഞാനത്തിലും സ്വഭാവത്തിലും ശ്രേഷ്ഠതയിലും അവന്റെ മഹിമയനുസരിച്ച് ഇടപെടുമ്പോൾ മറ്റുള്ളവർക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയാതെ എല്ലാവരും അവനെ തിരസ്കരിക്കുന്ന ഒരു മനോഭാവമാണ് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ യേശുവുമായിട്ടുള്ള ജീവിതത്തിൽ നാം കാണുന്നത്. Likewise, many times the attitude of Jesus was cannot be approved by the public people. That's why many times his lifestyles, the way his approaches, the way he deals with people, the way his character was cannot be approved by the other peer group. That's why he's been always been deserted and being lonely at times. Even അവന്റെ അമ്മയ്ക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ദേവാലയത്തിൽ ചെന്നിട്ട് ആ പണ്ഡിതന്മാരുമായി അവൻ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് അവരുടെ കൂടെ പോകാതിരുന്നപ്പോൾ മകനെ ഞങ്ങളോട് ഇങ്ങനെ എന്തുകൊണ്ടാണ് നീ ചെയ്തത് എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഇരിക്കുന്ന യേശുവിനെ കുറിച്ച് സ്വന്തം അമ്മ തന്നെ ചോദിക്കുന്നത്. Even in the chapter 12 we can read that his own mother could not approve of him because he left them and he went somewhere to teach among the masters out there, and his mother saw him. She was asking, why did you do this? You shouldn't be doing this. And this kind of attitude they all had towards Jesus. 12 വയസ്സുള്ള ഈ യൗവനക്കാരനെ കുറിച്ച് അല്ലെ ഒരു ബാലനെ കുറിച്ച് അമ്മയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ജീവിതമായിരുന്നു അവന്റേത്, അവന്റെ ഇടപാടുകൾ. അതുകൊണ്ട് അവർക്കും അതങ്ങോട്ട് മനസ്സിലായില്ല. Even the mother could not approve of a 12-year-old kid's attitudes, the approaches he had, and they couldn't even understand who he was and what he is. അപ്പോൾ സഹോദരന്മാരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. So we cannot blame his own brothers how they deal with them. അത് കഴിഞ്ഞ് അവൻ നസ്രയത്തിലുള്ള സിനഗോഗിൽ ചെന്നപ്പോൾ തന്റെ ആദ്യത്തെ പ്രസംഗം അവിടെ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് അവനെ കൊല്ലുവാൻ തക്കോണം ഒരു മലയുടെ മുകളിലേക്ക് ഉന്തിക്കൊണ്ടുപോയി തലകീഴായി തെള്ളിയിടാൻ തുടങ്ങിയപ്പോൾ തന്റെ അദൃശ്യ ശക്തി കൊണ്ട് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. In the Gospel of Luke chapter 4 we read that when he went to preach among the people out there, the leaders of that synagogue, they couldn't approve of the message what he was saying, so they pushed him towards the cliff of a mountain. They wanted to push him down, but we can see that there was a miracle happened and Jesus disappeared from that place. അത് മാത്രമല്ല അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു, നിന്നെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ, നിന്റെ അമ്മയെ അറിയാം, നിന്റെ അപ്പനെ അറിയാം, നിന്റെ സഹോദരങ്ങളെ അറിയാം, നീ എന്താ പിന്നെ ഇത്ര മിടുക്കനാകുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. യേശു അത്ഭുതം ചെയ്തിട്ട് പോലും അവിടെ അവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനോഭാവമായിരുന്നു അവർക്ക്. Even the people around that city, they told him that, oh, we know you very well, which family you come from, and we know your parents and what you did and all. Even though Jesus did a lot of miracles to the people, still they couldn't accept him the way he was. They just wanted to reject him and neglect him in all his ways. ഇതൊക്കെ കണ്ടതായ യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ അംഗീകരിച്ചില്ല. And John the apostle calls out and says that he came back to his own, but his own has disowned him. അവൻ അനേക അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വലിയ ഗുണങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം യെരൂശലേമിൽ ചെന്നപ്പോൾ അവിടെയുള്ള സകല ജനങ്ങളും ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, അവനെ ക്രൂശിക്ക എന്ന് അട്ടഹസിച്ച് അവനെ തള്ളിയതെന്ന് നമുക്കറിയാം. Even in the last moments we can see that when he came back after all those miracles, after he's going around and preaching the gospel of the kingdom of God, when he came back to Jerusalem, the people of Jerusalem called out and said that crucify him, and we want Barabbas back, crucify him. അപ്പോൾ ഏറ്റവും അധികം ഏകാന്തത അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. What I'm trying to say is that Jesus Christ should be the person who should be very lonely because everybody rejected him. ആർക്കും അവനോട് അങ്ങോട്ട് അടുത്ത് എന്നേ
അവന്റെ സ്റ്റാൻഡേർഡിൽ കഴിയാൻ കഴിയാത്തോണ്ട് അവരങ്ങ് റിജക്ട് ചെയ്ത. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഏറ്റവും താണവന്റെ അടുക്കൽ വരെ അങ്ങോട്ട് കയറി ചെല്ലുക. And the reason is that nobody could accept the way he was because he had a higher standard of lifestyle. So people all rejected him. Then we can see that Jesus is going to the lowest state of the people, the lowest among the communities, and he is reaching out to them. അവനെ അതിൽ നിരാശനല്ലായിരുന്നു. അതിലെ ഒറ്റയെന്നോ ഞാൻ മടുത്തു എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവന്റെ അടുത്തല്ല പോകേണ്ടത്, വലിയവന്റെ അടുത്ത് ചെന്നിട്ട് അംഗീകാരം തേടുകയാണ് വേണ്ടത്. ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാഭ്യാസമില്ല മുക്കുവന്മാരെ അല്ല ശിഷ്യന്മാരാക്കേണ്ടത്. ആ പൗലോസിനെ പോലെ, അല്ലെങ്കിൽ ഗമാലിയലിനെ പോലെയുള്ളവരെ, അല്ല നിക്കോദിമോസിനെ പോലെ, അല്ല ജോസഫ് അരിമത്യക്കാരനെ പോലെയുള്ളവരെ വിളിച്ചിട്ട് അവന്റെ പ്രഭാവം കാണിച്ച് ഇവൻ ശ്രേഷ്ഠനാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻഫീരിറ്റി ഉള്ളവരെ, നിരാശരായ മനുഷ്യരെ. If Jesus was ever disappointed by the way people have rejected him, he will never go to the lowest state of people like the fishermen and make them disciples. Rather, he will go to the light in the community. He might reach out to the people like Paul. He might reach out to Gamaliel. He might reach out to Nicodemus, and he might reach out to the Joseph of Arimathea. Likewise, the light in the people, he would have convinced them who he is. He would have taken their foot to do that. He would have earned that respect from those people. അതുകൊണ്ട് കർത്താവിന്റെ ഇടപാടുകളിലൊക്കെ അവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. താൻ ആരാണെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കൽ പോലും താൻ നിരാശനായിട്ടോ ഒറ്റയ്ക്കാണെന്നോ ഏകാന്തനാണെന്നോ ഞാൻ ഇതുകൊണ്ട് മടുത്തു എന്ന് ചിന്തിക്കുന്ന ഒരു സംഗതി പോലും നമ്മുടെ പുസ്തകത്തിൽ എങ്ങും എഴുതിയതായി വേദപുസ്തകത്തിൽ കാണുന്നില്ല. The reason is that Jesus was very confident of who he was, and he knew that why he was here on this earth. He knew his calling, and he knew that he was never lonely. He knew that there is somebody always along with him. That is why it is not written in the Bible ever that Jesus was ever discouraged. He was ever thought that okay, he is all by himself. ഞാനാണെങ്കിൽ കടയിൽ പോയാൽ എന്തെങ്കിലും ഒരു ഷോക്കേസ് വെക്കേണ്ട ഒരു സാധനമാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു സംഗതി, വളരെ എന്റെ കണ്ണിന് പിടിച്ച ഒരു സംഗതി ആയിരിക്കും വില കൊടുത്ത് വാങ്ങിച്ചോണ്ട് വെക്കുന്നത്. If I go to a shop to shop around, I might find something which is beautiful to my eyes. I might pay any amount of money and buy that beautiful thing to be in my house. എന്നാൽ ഉള്ളിൽ വിഷനുള്ള കാര്യങ്ങളെ കാണുന്ന ഒരു കൊത്തുപണിക്കാരൻ, ഒരു കലാകാരൻ ഒരു കരിങ്കല്ല് എടുത്തോണ്ട് വന്നേ, അല്ലെ ഒരു മാർബിൾ എടുത്തോണ്ട് വന്നേ, അല്ലെ ഒരു മരത്തിന്റെ തടിയും വേരും എടുത്തോണ്ട് വന്നിട്ട് അതിനെ മനോഹരമാക്കാൻ കൊണ്ടുവരുമ്പോൾ എന്നെ പോലെയുള്ള ഒരു ചിന്തിക്ക് ഈ മനുഷ്യൻ എന്തൊരു മോശനാണെന്ന്. പക്ഷെ അല്പ ദിവസം കഴിയുമ്പോൾ ഏറ്റവും കണ്ണിന് പിടിക്കുന്നതും വളരെ വിലയേറിയതുമായ ഒരു കൗതുകമുള്ള ഒരു വസ്തു ആ മരത്തിൽ നിന്നോ ആ കല്ലിൽ നിന്നോ ആ മാർബിളിൽ നിന്നോ കൊത്തിയെടുക്കുന്നത് കാണാനും നമുക്ക് കഴിയുമല്ലോ. When an artist goes out, a sculptor goes out to get something, he might be picking up a rather random rock or a wood piece, but we might think that why is he picking up that ugliest of the rocks which cannot be of any use. But after many days, if you wait and see that the way he sculptured that, the artwork which is coming out of it, the beauty which is going to be evolved out of that particular wood, we might be amazed to see that kind of work which he did. അപ്പൊ സാധാരണക്കാരനായ എനിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു വിധത്തിലും ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹം ചെയ്യുന്ന പണി ഒരിക്കലും ചെയ്യാൻ പോകുകയില്ല. അദ്ദേഹം ചെയ്യുന്നതിനെ ഒട്ട് പെട്ടെന്ന് പോയി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് സമ്മതിക്കയില്ല. ഞാൻ വില കൊടുത്ത ഒരു സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കുകയാണ് സാധാരണക്കാരൊക്കെ ചെയ്യുന്നത്. The way we do is that we will not accept the way he picked up a rock. We will not accept the way okay, we will wait for some time and he's going to do some magic out of it. Rather, what we will do is that we will just reject him. We will just ignore that pot and we'll go to a store and we'll just buy whatever is beautiful and we will just get it to home. അപ്പോൾ എല്ലാ നിലകളിലും കണ്ടിട്ട് വ്യത്യസ്തമായ യുണീക്ക് അസാധാരണത്വം കാണിക്കാൻ കഴിയുന്ന കർത്താവ് എപ്പോഴും ഒറ്റയ്ക്ക് അവനോട് തുല്യനാകാതിരുന്നപ്പോൾ, ആരുമില്ലാതിരുന്നപ്പോൾ യേശു പറയാണ് ഞാൻ ഒറ്റയ്ക്കേ അല്ല എന്ന്. There was nobody to be with him, even though he had the uniqueness of himself, even though he had everything of divine nature of himself, but he couldn't get along. The people could not get along with him. He was always rejected. But here Jesus says that I am not alone. ഏകാന്തത എന്ന് പറയുന്നത് ഒരു വലിയ ശാപമാണ്. മദർ തെരേസ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രോഗമാണെന്നാണ്. Loneliness is a kind of biggest curse you can ever have. Even Mother Teresa says that it is a sickness.
ഇന്ന് രാവിലെ ഞാൻ വായിച്ചു ലോക്ക്ഡൌണിൽപ്പെട്ട 2 ഫേമസ് ആയ ആൾക്കാരെ തൂങ്ങി മരിച്ചു എന്ന്. Today I read it in the news during this lockdown time, because of the desperation, 2 famous people have committed suicide. അതിൽ ഒരാൾ ഒറ്റയ്ക്കായി പോയി. കൂട്ടുകാരെല്ലാം തിരിഞ്ഞു പോയപ്പോൾ തനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മടുത്തു, തൂങ്ങി മരിച്ചു. The one person, because he was all by himself, all his friends have deserted, they couldn't reach out to him. That's why that loneliness has gripped into his life, and he just committed took അതൊരു his life. പെൺകുട്ടിയാണ്. വേറൊരു ഫേമസ് ആയ ഒരു നടൻ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതായ ആക്ടിംഗ് പ്രവൃത്തിയൊക്കെ നിന്ന് പണമില്ലാതിരുന്നു, താനും തൂങ്ങി മരിച്ചു. And the other one was a girl. Then there was this movie actor. He didn't have any more acting or no money left. He was in desperation, so he also took his life. അപ്പൊ ഏകാന്തത എന്ന് പറയുന്നത് മടുപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അത് അനേക മനുഷ്യർ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെട്ട് വിഷമിച്ച് ഒരു ക്രോസ് റോഡിൽ എത്തിച്ചേരുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളുണ്ട്. The loneliness is the kind of desperation. It is very discouraging. It is very depressing to us. And throughout this lockdown period, this season, many people are going through such situations of this loneliness and this desperation in their lives. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോൺലിനെസ് അനുഭവിക്കാത്ത ആരും തന്നെ ഇല്ലെന്ന് ഒരു വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. An expert says that there is nobody in this earth who has never ever experienced loneliness in their lives. ഒരു കൊച്ചു കുഞ്ഞെ കളിക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവനെ റിജക്ട് ചെയ്ത്, അവനെ ബുള്ളി ചെയ്ത്, അവനെ കളിയാക്കി, അവനെ തിരസ്കരിക്കുമ്പോൾ അവൻ ഏകനാണെന്നുള്ള ഫീലിംഗിൽ ഒരു മൂലയ്ക്കിരുന്ന് കരയായിരിക്കും അവന്റെ ഏകാന്തത. Many times we can see that the children, when they go to the school to study, because of some reason somebody will bully him, and he's been rejected and ignored by rest of all the peer people, and he might be in that corner sitting there lonely and crying. That could be his loneliness. ഒരു ഗേൾ ഫ്രണ്ടോ ഒരു ബോയ് ഫ്രണ്ടോ ആയിരിക്കുന്ന യൗവനക്കാരുടെ ജീവിതത്തിൽ അതിൽ ഒരാളെ നിരസിക്കുന്ന ഉടനെ വേറെ 100 കണക്കിന് ആൺപിള്ളാരുണ്ട്, 100 കണക്കിന് പെൺപിള്ളാരുണ്ടായിട്ടും അയ്യോ എന്റെ ലോകം അവസാനിച്ചല്ലോ, എന്നെ റിജക്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ഭാരപ്പെടുന്ന ഒരുപാട് യൗവനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. There are young people who are lovers. If one of those person reject him or desert him or her, we have seen that even though there are many people around that they can get along, but they feel that because that one person has deserted him or her, and she feels or he feels so much lonely in this world. അവരുടെ മുന്നിലുള്ള സാധ്യതകളെ നോക്കാതെ അവരുടെ ഉള്ളിലേക്ക് നോക്കി നിരാശപ്പെട്ട് വിഷമിക്കുന്ന അതൊരു വേറെ വിധത്തിലുള്ള ഏകാന്തതയാണ്. It is a different kind of loneliness. Even though there are many possibilities they can reach out, there are many possibilities and ways they have, but they isolate themselves and they feel a loneliness. ഒരേ കൂരയിൽ താമസിച്ചിട്ട്, ഒരേ വീട്ടിൽ താമസിച്ചിട്ട് ഭാര്യയും ഭർത്താവുമായി ഭാര്യയുടെ കടമ ഭാര്യ ചെയ്യാതെ, ഭർത്താവിന്റെ കടമ ഭർത്താവ് ചെയ്യാതെ, വളരെ സന്തോഷത്തോട് മനുഷ്യരുടെ മുഖത്ത് മുഖം കാണിച്ചിട്ട് ജീവിക്കുന്ന, ഉള്ളിൽ നിരാശരായി മടുത്ത ജീവിതങ്ങളെ ആയിരങ്ങളെ ഞാൻ കാണുന്നുണ്ട്. And I've seen many families, even though they live under one roof, but they don't take care of them, take care of each other. They don't do their responsibilities in the way they should be, and they feel a kind of loneliness even though they live together. And I've seen many people who are discouraged and depressed in their lives. അവരോട് ചോദിച്ചാൽ പിള്ളേർക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയാണെന്ന് പറയും. If you ask them, oh, we're just living a life just for the sake of our children. സമൂഹത്തിന്റെ മുൻപിൽ നല്ല മുഖം കാണിക്കെങ്കിലും നീറിപ്പോകയുന്ന അഗ്നിപർവ്വതമാണ് ഓരോരുത്തരുടെയും ഹൃദയം. Even though when they come out into the society we can see a smiling face on their faces, but we can understand that inside of them it's a volcano which is about to erupt. അപ്പന്റെയും അമ്മയുടെയും പണമെല്ലാം വീതിച്ചു കൊടുത്തിട്ട് മക്കൾ തഴയുമ്പോൾ അമ്മയ്ക്കും അപ്പനും ഉണ്ടാകുന്ന ഏകാന്തത, പ്രത്യേകിച്ച് അവരിൽ ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ മറ്റേ ആളെ അനുഭവിക്കുന്ന ഏകാന്തത വേറൊരു വിധത്തിലുള്ള ഏകാന്തതയായിരിക്കും. There is another kind of loneliness when the parents have given away all their wealth and everything to the children, and the children has left them, and one of that spouse has been died, and this one person is left alone, and it is kind of another type of loneliness what they experience. ഞാൻ ഈ പല അപ്പച്ചന്മാരും അവരുടെ ഭാര്യമാര് മരിക്കുമ്പോൾ 65 കഴിഞ്ഞോരെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട്. Many times when they see old people, not really old, when they have their spouses gone away from their lives, when they won't say that they are lonely, they want to get married, usually I encourage them to get married. എന്നാൽ എൻ്റെ ഭാര്യ പറയാറുണ്ട്, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ആ ഭാര്യ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് മരിച്ചപ്പം വേറൊരു പെണ്ണിന്റെ കൂടെ പോകുന്നത് എന്തോ ഒരു നല്ല കാര്യമാണോ, നിങ്ങൾ എന്തോ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റം പറയാറുണ്ട്. Many times my wife used to blame me, why do you encourage people, because he already had a wife all these years who took care of
of him all this while. Now you are encouraging him to be married again to another woman. Why do you do that? അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പോയി ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്ന ഈ മനുഷ്യനെ പോലെ ഏകാന്തത അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, മടുത്ത ഒരു സ്ത്രീക്കാരും ആ സ്ത്രീയെ ആവാൻ കഴിക്കുന്ന അല്ല ഒരു പുരുഷൻ പോയി ഒരു പുരുഷനെയൊന്നും അല്ല കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീക്കും ആവശ്യമാണ്, പുരുഷനും ആവശ്യമാണ്. അവർക്ക് ഒന്ന് ഇടർച്ചയായി വർത്താനം പറഞ്ഞാൽ പോലും ഒരു മനുഷ്യരോട് വർത്താനം പറയുകയും ഒരു വ്യക്തിയോട് ഒരു കൂട്ടായ്മ പുലർത്തുകയും ചെയ്തത് മനുഷ്യർക്ക് അത്യാവശ്യമായതുകൊണ്ട് 60 ആയാലും 65 ആയാലും 70 ആയാലും ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുകയുള്ളൂ. The reason why I say is that I tell my wife the reason why I encourage them is because he is lonely. He might be getting married to another woman. He's not marrying a man. There would be another woman who's going through the same isolation and loneliness in their life. If they get together, they have a fellowship, they have somebody to talk to each other, they can eliminate this kind of loneliness from their lives. എത്രയോ മനുഷ്യർക്ക് അവരുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിന്റെ കാര്യങ്ങൾ ഒരാളോട് തുറന്നു പറയാൻ കഴിയാതെ ഏകാന്തതയിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് നിങ്ങൾ വെറുതെ ചുറ്റുപാട് ഒരു വിശ്വസ്തനായി നിങ്ങളുടെ ജീവിതം ചെയ്താൽ എല്ലാവരും വിളിച്ച് നിങ്ങളോട് പറയും, എൻ്റെ കുഞ്ഞെ ഇതാണ് പ്രശ്നം, എൻ്റെ പാസ്റ്ററെ ഇതാണ് പ്രശ്നം, എനിക്ക് ആരോടും പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന എത്രയോ മനുഷ്യരാ നിങ്ങളുടെ ചുറ്റുപാടുള്ളതെന്നറിയാമോ? If you look around, there are hundreds and thousands of people who are just inside their hearts boiling out that they have nobody in this earth to share their sorrows, their joys, their happinesses, their concerns, everything to somebody. If you are faithful and you just know that people can reach out to you and you listen to the words of those people, they would definitely say that we've been waiting for somebody to share ourselves with. അപ്പോൾ ഏകാന്തത മാറ്റുവാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും കർത്താവ് പറഞ്ഞത്, കർത്താവിന്റെ അനുഭവത്തിൽ പറയാണ്, ഞാൻ ഏകനല്ല, ആരും എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എല്ലാവരും എനിക്ക് ചെവി തന്നില്ലെങ്കിലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എന്നോടൊപ്പമുണ്ട്. When through the experience of Jesus Christ, even though everybody rejected him, there was nobody to be with him. But here Jesus is claiming that I am not alone because God is with me. That was his confidence all the time. അപ്പോൾ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും ഈ നിരാശയുടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ രോഗമായി എല്ലാവരെയും തകർത്തിക്കളയുന്ന, ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ഏകാന്തത ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ, എനിക്ക് ജീവിക്കാൻ, എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നത്. What Jesus is showing us an example of a lifestyle. Even though in our lives we become this kind of desperation, we become this kind of lonely, we become into the situation of loneliness, and this loneliness is something which destroys and distracts us into the completely. Even though Jesus is saying that there is a way out that you can eliminate this kind of loneliness from your life. യേശു ദുഃഖിതനോ നിരാശനുമല്ല എന്നുള്ളതിന്റെ തെളിവാണ് മർക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. രാത്രി വരെയും രോഗികളെ സൗഖ്യമാക്കി, ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാം തൊട്ട് സൗഖ്യമാക്കി എന്ന് പറഞ്ഞിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോയി. പത്രോസ് ചോദിക്കുക, എന്തിനാ, അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത്രയും രാത്രിയൊക്കെ പണിയെടുത്തിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ വന്നതിനൊരു പർപ്പസ് ഉണ്ട്, അത് മറ്റ് ഗ്രാമങ്ങളിലും പോയി ഞാൻ ഈ സുവിശേഷം പറയണം. അതുകൊണ്ട് മടുപ്പില്ലാത്ത, പ്രവർത്തിക്കുന്ന, സന്തോഷമുള്ള, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, ഉത്സാഹം കൊടുക്കുന്ന, നിരാശയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് യേശു ജീവിതകാലം മുഴുവൻ ജീവിച്ചു കാണിച്ചത്. If you look into the Mark chapter 1, we see that Jesus was doing a lot of miracles and he was healing a lot of sick people throughout the day and to the late night. We can see that Jesus was doing everything without any discouragements or disappointment. He was getting along with the people. He was reaching out to the people, and after late night he went to rest, and early morning he wakes up and he went to pray. Then Peter is asking, why do you do this? You've been so tired. We are here, we could help you out. But Jesus, he's setting an example that he was always getting along with people. He never, even though he was lonely, he never had this loneliness affecting his own life. ഞാനത് പറഞ്ഞതിന്റെ കാരണം മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട് എന്നെ ഒരു നല്ല വാക്ക് പറഞ്ഞതല്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ തെളിയിക്കുകയാണ്, അവൻ ഒറ്റയ്ക്കല്ല, ഏത് സമയത്തും ഏതിനും ഒരുക്കമാണ്. ദൂരെയുള്ളവരും വിളിച്ചാൽ ചോദിക്കും, ഞാൻ നിന്റെ കൂടെ വരാം. മരിച്ച സിക്കായ കൊച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ യോഗം കളഞ്ഞിട്ട് വരിക, സക്കായിയുടെ വീട്ടിലേക്ക് പറയുമ്പോൾ യോഗം കളഞ്ഞിട്ട് പോകാം. അപ്പം ആവശ്യക്കാരന് വേണ്ടി എവിടെയും പോകുന്ന
നിരാശ തോന്നാത്ത, ജീവിതത്തിൽ ഉത്സാഹമുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അത് വാക്കിലല്ല, ജീവിതത്തിൽ കർത്താവ് തെളിയിച്ചിരുന്നു. And Jesus was not putting any sweet words to say please somebody, oh I'm not alone and those kind of things, but we can rather see he's setting an example for people. Even though anybody calls him out in any point of time, he will reach out to them, to the faraway places, faraway cities, to the people invited him, and he went there and he was setting a complete example that he was not alone. He was not discouraged by the rejection of the people, but rather God was holding him to closely. അപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിതാവ് എപ്പോഴും തന്നോട് കൂടെ ഇരിക്കുവാനും, തനിക്ക് ആ കൂട്ടായ്മ കാണുവാനും, തനിക്ക് ആ കമ്പനി, ആ സഹിത്വം മനസ്സിലാക്കുവാനും സാധിച്ചതിനോട് ഒരു തത്വം പറഞ്ഞിട്ടുണ്ട്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, കാരണം അവന് പ്രസാദമുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. Yeah, we can see that there was a philosophical statement what Jesus says along with saying that God is with me, because the reason why he was so confident, he is saying that I am here with a purpose. What I do is to please the one who sent me. അതാണ് അതിന്റെ ക്ലൂ. എന്നെ എൻ്റെ ദൈവം വിട്ടുപോകാത്തതിന്റെ കാരണം, എന്നെ അയച്ചവൻ എപ്പോഴും കൂടെ ഉള്ളതിന്റെ കാരണം അവന് പ്രസാദമുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. The reason why the one who sent me is not abandoning me, why am I so confident? Because that God is with me. The reason is only simple. It says that the one who sent me, I'm doing things which are pleasing unto him. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് അവന് ഇഷ്ടമില്ലാത്ത ഒന്ന് ചെയ്തു നോക്കിക്കേ. എത്ര ദിവസം നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടപ്പെടും, എത്ര നേരം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ കൂടെ ലഞ്ചിന് വരും. ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നോക്കിക്കേ എപ്പോഴും. എന്നാൽ അവനെ ഇഷ്ടമുള്ളതും പൊതുവായിട്ടുള്ള ധാരണയുള്ളതും രണ്ടുപേർക്കും മനസ്സിലാകുന്ന കാര്യം ചെയ്തു നോക്കെ, ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ കൂടെ വരും. In our life also, if you irritate your own friend, if you poke him for a long time, if you do things which he does not like, how long he will stay with us? He will definitely desert you, abandon you and leave you. But if you do things which is in accordance with his likes and dislikes, if you do things which is pleasing to him, you call him at any point of your life, he will run and come to you. അതല്ലേ നിന്റെ കുടുംബ ജീവിതത്തിൽ നാം കാണുന്നത്. 20 വർഷം, 30 വർഷം, 35 വർഷം, 40 വർഷം ഒക്കെ താമസിച്ചിട്ട് ഇടർച്ച വരുന്ന ഉടനെ ഭർത്താവ് ഭാര്യയെ വിടുന്നു, ഭാര്യ ഭർത്താവിനെ വിടുന്നു. കാരണം അവർ പറയാണ്, ഈ മനുഷ്യൻ, ഈ വ്യക്തി എനിക്കൊരു ശല്യമാണ്, ഒരു ഇടർച്ചയാണ്, അതുകൊണ്ട് അവർ വേറെയെങ്കിലും മാറി താമസിക്കുവാനായിട്ട് ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെയധികം കാണുന്നുണ്ട്. Nowadays we can see that the people who live together for many years, like 20-30 years, even though after 30 years of life together, we can see that when some kind of discord comes between them, they will just say that, okay, I don't like this person anymore, he's not doing the right things. They will just go and separate themselves. It does not take much time. It is so relevant in our times. അതുകൊണ്ട് അതേ തത്വമാണ് കർത്താവ് പറയുന്നത്. എന്നെ അയച്ച പിതാവിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നോട് കൂടെയുണ്ട്. വിട്ടുപിരിയാത്ത, ഏകാന്തത അനുഭവിക്കാത്ത, ഒരിക്കലും നിരാശപ്പെടാത്ത ഒരു ജീവിത സഖിയായി അവനെ ഞാൻ കൂടുകയും അവൻ എന്നെ കാണുകയും ചെയ്യുന്നത് കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. That is why Jesus claims out and says that because I am doing the things which is right unto the eyes of the one who sent me, he will never disown me, he will never leave me, never forsake me, and my life will just go on the way it is purposed to be gone in this earth. അതാണ് കർത്താവ് തന്നെ അയച്ച പ്രവൃത്തിക്ക് വേണ്ടി എപ്പോഴും ജാഗ്രരൂഢനായിരുന്നു. നോക്കൂ, യേശു സ്നാനക്കടവിൽ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുക. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് തിങ്ങുന്നേ ഉള്ളൂ. ആ ശരിയായ കാര്യം ചെയ്യുക. അത് ചെയ്തോടനെ സ്വർഗം തുറന്നിട്ട് പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. That is why when Jesus came to the Jordan River, he was always looking forward to do the purpose of God. So when he did the right thing out there, we can see that heavens opened and the heavens were pleased on him. അത് കഴിഞ്ഞിട്ട് അവൻ വന്നതിന്റെ അൾട്ടിമേറ്റ് എയിം കാൽവറി ക്രൂശിൽ മരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ദർശനത്തിൽ മറുരൂപമലയിൽ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് തന്റെ നിര്യാണത്തെക്കുറിച്ച്, തന്റെ മരണത്തെക്കുറിച്ച്, ആ മരിക്കാൻ ഒരുങ്ങിപ്പോയി യെരുശലേമിലേക്ക് പോകുന്നു എന്നുള്ള സംസാരത്തിൽ അപ്പോഴും സ്വർഗം തുറന്നിട്ട് പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Even in the last moments, his ultimate purpose was to lay his life for this human beings. When that last night, when Moses and Elijah appeared unto him to discuss about his death and his resurrection patterns and the thing which is yet to happen, then we can see that the heavens were opening and saying that he is my beloved and I am pleased on him. അപ്പൊ വാക്കുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറയല്ല, പ്രവൃത്തിയിൽ സകലത്തിന്റെ ഉന്നതനായി, സകലത്തിന്റെ സൃഷ്ടിതാവായി, തന്റെ കരത്താൽ, തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്ന ഈ യേശു
പാപികളിൽ പാപിയെ പോലെ തന്റെ സൃഷ്ടികളിൽ ഒരുവായ ആ യോഹന്നാന്റെ കൈക്കീഴിൽ മറ്റുള്ള ഏത് പാപികളെ പോലെയും സ്നാനപ്പെടുവാൻ തന്നെ താൻ താഴ്ത്തുന്നത് കണ്ടപ്പോൾ സ്വർഗത്തിന് സന്തോഷം തോന്നിയിട്ട് പറയുകയാണ്, ഇവനാണ് എന്റെ സാക്ഷാൽ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. It is not only the words where Jesus is claiming out that he is pleasing God, but rather throughout his life, everything what he was doing, he was pleasing unto the God the Father. That's why when he was baptizing, even though he was baptizing along with the sinners who is getting baptized, he was baptizing under the hands of a man. But again, that was the purpose of God to happen. When that happened, the heavens are opening and calling out, says that he is my beloved son. പാപം ചെയ്യാത്തവൻ, പാപം ചിന്തിക്കാത്തവൻ, പാപമൊഴികെ സകലത്തിൽ നമ്മളോടൊപ്പം പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കി മനുഷ്യവർഗത്തെ വിടുവിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പിതാവ് പറയാണ്, ഇവൻ അതേ പർപ്പസിൽ തന്നെ നിൽക്കുന്നു. ഏത് പർപ്പസിന് വേണ്ടി വന്നുവോ അതിനുവേണ്ടി യെരൂശലേമിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. The one who has never sinned, the one who has never had any sin in his life at all, the one who coming to take the sins of this world onto his shoulders and to lay his life, and he was going according to the purpose of the God's plan, and God is pleased with him the way he was. It is not just his talks, but rather his life itself was under the complete purpose of God. And when he is going to Jerusalem to complete the purpose there, and the heavens are opening and saying that he is my beloved son and I'm pleased on him. വാക്കിലും പ്രവൃത്തിയിലും പിതാവിനെ പ്രസാദിച്ചപ്പോൾ യേശു ക്രിസ്തു ഫീൽ ചെയ്യുകയാണ്, പിതാവിന്റെ സാന്നിധ്യം അവൻ എന്നോടൊപ്പമുണ്ട്, ഞാൻ ഏകനല്ല. Now through his words and through his deeds, when he pleased God, Jesus could feel the presence of God always enveloping him. അപ്പോൾ നമുക്കും എങ്ങനെ ഈ ദൈവ സാന്നിധ്യം ഏകാന്തതയില്ലാതെ നിരാശയില്ലാതെ ദൈവത്തിന്റെ സഹിത്വം അനുഭവിച്ച് ജീവിക്കുവാൻ പറ്റും എന്നുള്ളതാണ് ചില മിനിറ്റുകളിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. What I want to tell you today is that how we can also have the same lifestyle without this loneliness affecting our lives, how we can have the companionship of God and enjoy the presence without any loneliness affecting you. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് അവൻ്റെ കാര്യം നോക്കാതെ ഞാൻ എൻ്റെ ഒരു കാര്യവും ഇടപെടാതിരിക്കുന്നതാണ് അവനെ പ്രസാദിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. In 2 Timothy chapter 2 verse 4, 2 തിമോഥെയോസ് 2:4. Chapter 2 verse 4, it says that as a Christ soldier, do not let yourself become tied up in the affairs of this life, for then you cannot satisfy the one who has enlisted you in his army. നാം ചെയ്യേണ്ടത് ചെയ്യാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നാം ഫോക്കസ് മാറ്റുമ്പോൾ നമ്മുടെ ജീവിതം നമ്മളുടെ ബോസ് ആണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ ഭർത്താവാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മളോടുകൂടെ ഇരിക്കയില്ല. കോമണായി രണ്ടുപേരും കൂടെ കവനന്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരുമയുണ്ടാകുന്നത്, കൂട്ടായ്മയുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, അവരൊന്നിച്ചു പോകുന്നത്. When we do our own things, when we are selfish in our things without fulfilling the kind of responsibilities when you have in your life, even though you are family together, even though it might be in your workplace, even though your bosses or your co-workers, if you don't do the right thing and do the things which is needed to be done, that's the moment when you have this kind of discords. If you do the right thing which in accordance to the covenant which you made with each other, then things are very beautiful, then things will go according to the right way. അതാണ് ഇവിടെ പറയുന്നത്. യജമാനന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ നിന്നെ ചേർത്തവനെ നിന്നെ വിളിച്ചവനെ കുറിച്ച് നീ ഗ്രഹിക്കാതെ നിന്റെ ഇഷ്ടത്തിൽ കുടുങ്ങിക്കിടന്നാൽ നിനക്ക് നിന്റെ നാഥനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. That is what it says in here. If you become yourself tied up with your own affairs and without pleasing the one who has enlisted you for the purpose, then things will not go in the right manner. ഇതൊരു പടയാളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രശ്നത്തിലും അവൻ ഒളിച്ചോടുവാൻ കഴിയുകയില്ല. അവന്റെ കാര്യം അവന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ പ്രസവമായിരിക്കാം, അവന് ചിലപ്പോൾ അവധി കിട്ടിയില്ലായിരിക്കാം, അവന്റെ കുഞ്ഞുങ്ങൾക്ക് കോളേജിൽ കൊണ്ടുപോകേണ്ടതായിരിക്കാം, അവൻ പട്ടാളക്കാരനായി ആ ബോർഡറിൽ അവൻ ആകേണ്ട സ്ഥലത്തെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നിൽക്കുമ്പോൾ അവന് മറ്റൊന്നും ചിന്തിച്ചിട്ട് ഒളിച്ചോടുവാൻ പറ്റുകയില്ല. This talks about a soldier's life when once he is enlisted into the army, even though there are many things happening in his personal life, but he cannot run away from his calling, he cannot run away
away from where he is right now. Even though there are many things happening around him, he has to stay faithful to that thing, purpose, what he has been called into. അവനെ ആക്കിയിരിക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠയോട് ചെയ്യുമ്പോഴാണ് അവന്റെ ബോസ് അവനെ കുറിച്ച് കമന്റ് പറയുന്നത്, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവനോട് പ്രസാദമായിരിക്കുന്നത്. When he do the right thing in the right manner and with the completeness and accuracy, then only his seniors can over appreciate him, saying that he did the right thing. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കാഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല, പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പേരിന്റെ അടിസ്ഥാനത്തിലല്ല, അത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളൂ. The second thing which I want to talk to you is that the Christian life is not by your looks, it's not by the way you experience it, but it is only by faith. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എബ്രായ ലേഖനം 11:6 അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരുവൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം, ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് വിശ്വസിക്കണം, ദൈവം മാറാത്തവനാണെന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് നാം ഗ്രഹിച്ചിട്ട് വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയാണ്. That is why it says in Hebrews chapter 11 verse 6, it says that without faith nobody can please God. Those who come to him should understand that he exists and he is there. He has to have that kind of impossible faith. അപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദ്ധതി എന്തു തന്നെയാണെങ്കിലും ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ദൈവമായ കർത്താവേ അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. When you have that kind of faith and you take a step forward to do the things which you think that it is impossible, we can understand that if you have true faith in God, God will definitely do the right thing for you. അത് പഴയ നിയമത്തിൽ വായിക്കുന്ന കഥയല്ല, പുതിയ നിയമത്തിൽ യേശുവിന്റെ കാലത്ത് നടന്നതല്ല, അപ്പോസ്തലന്മാർ മാത്രമല്ല. ഇന്നും നീ വിശ്വാസത്തിൽ നിന്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. It is not only a story which has been told in the Old Testament times, even after the Jesus Christ, even the apostles experienced the same thing. Even now this day, if you take a step of faith, God can do impossible things in your life. എനിക്ക് അതിന് പല ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. എന്റെ കൺവിക്ഷന് വേണ്ടി ഞാൻ എടുത്ത തീരുമാനത്തില് ആരും എന്നെ സഹായിക്കാത്തപ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ദൈവം ഇന്നുവരെ ഇവന്റെ വഴി നടത്തി, നാളെയും നടത്തും. കാരണം അത് എന്റെ കഴിവല്ല, എന്റെ പ്രാർത്ഥനയല്ല, ഒന്നുമല്ല, അവന്റെ വിശ്വസ്തതയും അവൻ ചെയ്ത വാഗ്ദാനം കൊണ്ട് ഓരോ ദിവസവും വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അവൻ നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, ഒരിക്കലും നമ്മെ തരം താഴ്ത്തുകയുമില്ല. Through my own experience, life experience, I can boldly call out and say that when in my life, when throughout in my conviction, when I took a step forward, there was nobody to help me. There was nobody to assist me, but rather from that day, that moment onwards till now, God has been with me. He's been faithful to me. He did the right thing in my life, which is more than I can ever understand and comprehend. Things which was impossible in my life, God has never put me down, and he has never put my head down in shame. ഒന്നാമത് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസിൽ നീ കേന്ദ്രീകരിക്കുമ്പോൾ, രണ്ടാമത് വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് പ്രസാദിക്കുകയും നിന്നിൽ സന്തോഷിക്കുകയും നിന്റെ കൂടെ നടക്കുകയും ചെയ്യും. The first thing you have to do is that you have to concentrate yourself in the purpose of God. Then second thing is that when you take a step forward in faith, then God will accept it and God will do greater things in your life. മൂന്നാമത്തേത് എന്താണെന്ന് അറിയാമോ? ഇവിടെ 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നടക്കുന്നത് പോലെ ഇനിയും നടക്കുക എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം അത്രേ, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യമാണെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്റെ വിശുദ്ധീകരണത്തിൽ നാം ജീവിക്കുമ്പോൾ, വേർപാടിൽ നാം ജീവിക്കുമ്പോൾ, വേർപെട്ട ജീവിതം നാം ജീവിക്കുമ്പോൾ ദൈവം എന്തോ ചെയ്യും? നമ്മിൽ പ്രസാദിക്കും. ദൈവപ്രസാദം 4:1. The third thing which I want to talk to you about is that if you go to 1 Thessalonians chapter 4 verse 1, it says that we urge you in the name of the Lord Jesus to live in a way that pleases God as we have taught you. അപ്പോൾ ദൈവപ്രസാദം നേടുവാൻ എന്തോ ചെയ്യണമെന്ന് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്
ജാതി ദൈവത്തെ അറിയാത്ത ജാതികളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. So how to please God when we read through verses 4 is that you should not have a lifestyle of the Gentile people. 5-ാം വാക്യത്തിൽ പറയുന്നു അത് ചെയ്യുന്ന പ്രവൃത്തി മാനമുണ്ടാക്കുന്നതായിരിക്കണം. And the thing is, the verse 5 it says whatever you do should bring honor to you. സഹോദരനെ അതിക്രമം കാണിക്കുകയോ ചതിക്കുകയോ ചെയ്യരുതെന്ന് അടുത്ത വാക്യത്തിൽ The പറഞ്ഞിരിക്കുന്നു. next verse says that you should not avenge or cheat your own brother. അപ്പോൾ ജാതികളുടെ ജീവിത ശൈലി ഇല്ലാതെ നീ വ്യത്യസ്തനായിരിക്കണം. അവിടെയാണ് ദൈവപ്രസാദമുള്ളതെന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ വാക്കിൽ അപ്പോസ്തലനായ പൗലോസ് ശക്തിയുക്തം തെളിയിക്കുകയാണ്. And here Paul writes to Thessalonians saying that how you can please God, how you can be different, that you should not have a lifestyle of the Gentiles, but you should have entirely a different lifestyle of your own. നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് എന്തും ചെയ്യാം, എന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതും നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തി മാത്രമേ നിന്നിൽ നിന്ന് വരാവൂ. അത് ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. അത് ജാതികളെ പോലെ ആകാൻ പാടില്ല. അത് ലോകത്തിന്റെ ജീവിത ശൈലിയിലേക്ക് വരാൻ പാടില്ല. അത് കൾച്ചറലായിരിക്കട്ടെ, എന്തുമായിരിക്കട്ടെ, നിനക്കൊരു യുണീക്ക്നെസ് വേണം. നീ ദൈവത്താൽ വേർപെട്ടവനാകൊണ്ട് നിന്നിൽ പ്രസാദിക്കുവാൻ ആ വേർപെട്ട ജീവിത ശൈലി നിന്റെ ജീവിതത്തിന്റെ മുദ്രയായിരിക്കണം. Even though the people around you can do many things but you are not supposed to follow the pattern of their lifestyle. The Gentiles can do anything, but you should have a distinct life which is pleasing unto God, no matter whatever circumstances you are. But if you keep that uniqueness in Christ, then it will be pleasing unto God. അതിന്റെ 7-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് നമ്മളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധീകരണത്തിനാണ്, അശുദ്ധിക്കല്ല എന്ന് എടുത്തും The പറഞ്ഞിരിക്കുന്നു. 7th verse says that God has called us to be holy, not to live impure lives. അപ്പോൾ നമുക്ക് വിചാരിക്കാം, അയ്യോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അതിന്റെ 6-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം സ്നേഹം മാത്രമല്ല, അവൻ പ്രതികാരവും ചെയ്യുന്നവനാണ്. And many times we claim saying that okay, even though I did that, nothing happened to me, I'm still okay. But you read verse 6 and the last part it says, for the Lord avenges all such sins. നമ്മുടെ വീടിന്റെ മുൻപിൽ പിള്ളേർ കളിച്ചുകൊണ്ട് തമ്മിൽ തല്ലിയാൽ നമുക്ക് സങ്കടം തോന്നും, അവരെ ചിലപ്പം പിടിച്ചു മാറ്റും, എന്നല്ലാതെ നാം ശിക്ഷിക്കാറില്ല. If our children fight to each other, we might be angry at them, but we don't punish them for that reason. അത് തന്നെയാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ലോകത്തെ അല്ല ശിക്ഷിക്കുന്നത്, ഇപ്പം അവന്റെ മക്കളെയാണ് ശിക്ഷിക്കുന്നത്. That is what Christ says, that he's not going to punish the world, but rather he will punish his own children. കർത്തൃമേശയെ അയോഗ്യമായി എടുക്കുന്നവനെ കുറിച്ച് 3 കാര്യം പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. We know that 3 things which is being said, those who take the table of God in an unholy way. ബാലശിക്ഷ എന്നാ പേര് കൊടുത്തിരിക്കുന്നത്. It is a childish punishment. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ചെറിയ വടിയെടുത്ത് അടിക്കുന്ന പോലെ. It is like a small punishment what we give our children. അല്ലാതെ അത് വലിയ ശത്രുക്കൾ ചെയ്യുന്നത് പോലെ വെടിവെക്കുവോ അങ്ങനത്തെ ഒന്നുമല്ല. It's not like like the enemy shooting at you or killing you, something like that. കുഞ്ഞുങ്ങളെ ഈ ഒരു വിരൽ കൊണ്ട് അടിക്കുവോ, പെൻസിൽ എടുത്ത് അടിക്കുവോ, അല്ലെങ്കിൽ കൊച്ചു വടി കൊണ്ട് അടിക്കുവോ, അല്ലെങ്കിൽ പോയി മുറിയിൽ ഇരിക്കാൻ പറയുന്നത് പോലെ ചെയ്യുന്ന കൊച്ചു പണിഷ്മെന്റ്. It is like whipping with a small stick or something like that. It is a small kind of punishment. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? You know what are those small punishments? രോഗം, It is sickness, ബലഹീനത, then weaknesses, മരണം and death. നമ്മളിതൊക്കെ രോഗം വരുമ്പോൾ പറയാം, ഓ അത് പ്രായമായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ, ഇതുകൊണ്ടല്ലേ, നമ്മൾ എക്സ്ക്യൂസ് ചെയ്ത് രക്ഷപ്പെടും. Many times we excuse ourselves saying that that sickness just came because I'm old and I'm old, I'm weak. ശരീരത്തിന് ശക്തിയില്ലാതിരിക്കുമ്പോൾ അന്നേരവും നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. When we are weak in our body, we find some kind of worldly excuses. ഇതെല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ഉണ്ടെന്ന്. We say that because everybody has it, I'm also having it. പെട്ടെന്ന് മരണം വരുമ്പോഴോ, But when the death comes abruptly in your life, അന്നേരവും നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കും. then we have other excuse for that. കർത്താവിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്, അയോഗ്യമായി അപ്പം തിന്നുന്നവൻ രോഗിയാകാം, ബലഹീനനാകാം, മരിക്കാം. But the word of God says that the one who takes part in the table of God in an unholy manner, he can either be sick, he can be weak, or he will be dead. അപ്പോൾ ഏകാന്തത തോന്നാതെ യേശുവിന്റെ സാന്നിധ്യം നിനക്കുണ്ടാകണമെങ്കിൽ മോശയോട് പറഞ്ഞതുപോലെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ അശുദ്ധമായ ചെരുപ്പ് അഴിച്ചിട്ട് കയറിയാൽ മതി. So in order to have a companion with God, that you will not into a life of loneliness, like God told Moses, because the place where you're standing right now is a holy place, take away every impure things from you and remove it and stand in that presence. അത് ഞായറാഴ്ച ആരാധിക്കുമ്പോഴല്ല, കാട്ടില് ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ദൈവം വന്നപ്പോൾ
അവന്റെ കാലയിലെ ചെരുപ്പ് ശുദ്ധമായി തോന്നി. And now it's not that he was in the temple of God and worshiping, but rather he was in the wilderness and he was tending his own sheep. That moment God is saying that that place is holy. Take up the sandal of your hair for your legs. അത് തന്റെ ജോലി സ്ഥലത്തായിരുന്നു. It was at his workplace. ആടിനെ മേയ്ക്കുന്നത് തന്റെ ജോലിയാണ്. That is what his job, to tend the sheep. ദേവാലയത്തിൽ ആരാധിച്ചപ്പോഴല്ല കർത്താവ് പറഞ്ഞത്. It didn't happen when he was worshiping in the temple of God. കർത്തൃമേശ എടുത്തപ്പോഴല്ല പറഞ്ഞത്. It is not the time when he was partaking in the table of God. ജോലി സ്ഥലത്ത് ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉണ്ടാകണമെങ്കിൽ നിന്റെ ചെരുപ്പ് മാറ്റിക്കണം. All you have to do is, if God has to be with you in your workplace, you have to take that impure thing out of your life. നമ്മൾ ഞായറാഴ്ച ഇപ്പം കർത്താവ് വന്നാൽ എല്ലാവരും പോകും, എല്ലാവരും ഭക്തിയോടാണല്ലോ ഇരിക്കുന്നത്. And we all have that faith that if God comes to this moment, we all will fly with him. എന്നാൽ ആരും കാണാത്തടത്ത് ഇരുട്ടില് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ലോകം വീക്ഷിക്കാത്തപ്പോൾ, ജോലി സ്ഥലത്തെ അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് വേണമെങ്കിൽ. You know, if you need the presence where the places where nobody watches you, the places you are least expected God to be, if you want to have that presence of God, that place you have to make it a holy place. നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രവൃത്തിയും ദൈവത്തിന് മഹത്വം വരുത്തുന്നതും മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുള്ളതുമായിരിക്കണം. All the deeds what you have in your life should be pleasing unto God, and likewise it should be loving others too. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പ്രയോറിറ്റി അതുപോലെ പ്രയോറിറ്റിയാണ് എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത്. ഇതിന്റെ രണ്ട് അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. Everything what we do should be like the prioritizing that you love God first. Likewise itself, you should love your own brothers the same manner. അത് എൻ്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടി ആകരുത്. It shouldn't be for our own selfish life. അവിടെയാണ് വേർപാട് നമുക്ക് പാലിക്കാൻ കഴിയുന്നത്. That is where we have to have a separation in our lifestyle. ഇനി അടുത്ത ഒരു കാര്യം വേദപുസ്തകം പറഞ്ഞിരിക്കുന്നവിടെ ഞാൻ നോട്ട് ചെയ്യട്ടെ. Let me note one more thing what the Bible says about this. അത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിലാണ്. അതിൽ ഒന്നാമത്തെ കാര്യത്തിൽ നാം എല്ലാം വളരെ എക്സ്പെർട്ട് ആണ്. It is written in Hebrews chapter 13 verse 20 to 15 and 16 verses. The first part we all are good with it. നാം ദൈവത്തിനെ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. And we have to continually offer our sacrifice of praise to God by proclaiming the glory of his name. അയ്യോ, ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രാർത്ഥന, എന്തോ ഒരു പ്രസംഗം, എവിടെ നോക്കിയാലും പ്രസംഗം, എവിടെ നോക്കിയാലും ഉപവാസ പ്രാർത്ഥന, എപ്പോഴും പ്രയർ ലൈനിൽ പ്രാർത്ഥന, എപ്പോഴും സൂമിൽ പ്രാർത്ഥന, എപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥന. സ്തോത്രയാഗത്തിന് ഒരു പഞ്ഞവുമില്ല. When we have this kind of lockdown situation this season, we look around the social medias, we see that prayers and word is being praised left, right, bottom to everywhere, every moment, 24/7. This chain praise this and that is going on. അതാണ് നാം പറയുന്നത്, സ്തോത്രം ചെയ്യ കർത്താവിന്, സ്തോത്രം ചെയ്യ എന്നാൽ എല്ലാം ശരിയായെന്ന. That's why we say that just keep on praising God, everything is all right. അടുത്ത വാക്യം എന്താ പറയുന്നറിയോ? നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത് കൽപ്പനയാണ്. But the next there is a commandment. God says in the next verse, don't forget to do good and to share what you have with those in need. ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചുകൂടെ? If you can't do nothing, at least have a smiling face. ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? You can have a good word, comforting word. വീണ് കിടക്കുന്നവനെ ഒന്ന് ഉയർത്തിക്കൂടെ? You can lift the one who has fallen off. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും. And it says that doing good and sharing what you have with those with need. ഈ വക യാഗങ്ങൾ, ഇത് യാഗമാണത്രേ. And it says these are sacrifices which is pleasing to God. ദൈവം പ്രസാദിക്കുന്നത്. And this is pleasing to God. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നീയെ സ്വന്തം കാര്യം നോക്കാതെ വിളിച്ചവന്റെ ഉദ്ദേശം വിശ്വാസത്തിൽ വേർപെട്ടവനായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും അവനോട് കൂട്ടായ്മ പുലർത്തുകയും അതിന്റെ ഫലമായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഏകാന്തതയില്ലാത്ത, നിരാശയില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായി നിനക്ക് തീരാൻ കഴിയും. You can have a wonderful lifestyle without any kind of discouragements and desperations in your life. How we can leave that? All you have to do is that you be focused on the call and the purpose of God in faith, take a step forward, and you separate yourself from the worldly Gentile people, and you have to do good, and you have to share what you have and offer that kind of sacrifice to God. These all things culminating becomes pleasing unto God. സ്തോത്രം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന നിനക്ക് 33 മാർഗ്ഗേ ഉള്ളൂ.
If you are just only praising God, you will have quarter of the marks what you need. വല്ലപ്പോഴും കൂട്ടായ്മ പുലർത്തിയാൽ ചിലപ്പോൾ 5 മാർക്ക് കൂടെ കിട്ടിയേക്കും. Yeah, if you have one time, once in a while in life, you have a fellowship, you might get a little more marks to add it to it. നിനക്ക് പറ്റുമ്പോൾ നന്മ ചെയ്യുമ്പോൾ ഒരു 5 മാർക്ക് കൂടെ കിട്ടും. Yeah, if you do good when you can, you might be added a little more value to it. നമുക്ക് ഭയങ്കര പ്രൗഡിയാ. അയ്യോ ഒരു ദിവസം ഒന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേന് അയ്യോ മാഗസിനകത്ത് ഇടുന്നു, പേപ്പറിൽ ഇടുന്നു, ഓൺലൈനിൽ ഇടുന്നു, എന്തെല്ലാമാണ് നന്മയുടെ ആ പ്രാർത്ഥനയുടെ ശക്തി. Yeah, we have seen that people one day when they fast and pray, they just proclaim it to all the whole world throughout all the social media, saying that, hey, I did something great in the life. ഒന്ന് നിന്നെ റവറന്റ് എന്നൊന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൗള് വീർപ്പ് കാണണം. Then you can see that if somebody don't address you in the proper way, saying, calling you out not like a reverend, you can see the faces changing. ഇല്ലാത്ത വാലായ ഡോക്ടറേറ്റ് വെച്ചിട്ട് അതൊന്ന് വിട്ട് കളഞ്ഞാലുള്ള കൃത്യത കാണണം. And the thing is that there is no doctorate even though they don't have, but if you take out that tail out of their name, and you can see the way how they're going to react to it. ഇതൊക്കെ ആരെ കാണിക്കുന്നതാണ്? Who are they trying to show it off to? നമ്മുടെ നന്മകളെ കാണിക്കുന്നതാണ്. It is all showing off who you are and what good you are. നമ്മുടെ കൂട്ടായ്മ കാണിക്കുന്നതാണ് നമ്മുടെ സഹവാസം. Our fellowship talks about the way how you deal with your people. നമുക്ക് ആരോടും കൂട്ടായ്മ കാണിക്കാൻ കാരണം അപ്പോസ്തലൻ പറയാണ്, ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. വിശ്വാസി എന്ന് പറഞ്ഞവൻ ഇതൊക്കെ തെറ്റിച്ചാൽ അവനോട് കൂട്ടായ്മ കാണിക്കരുതെന്നേ പറഞ്ഞിട്ടുണ്ട്. And it says that the man who is calling himself a believer, if he goes wrong, you should not have fellowship with them, but you can have fellowship with others as well. അവനും നമ്മൾ ചാൻസുകൾ കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. It says that you have to give a chance to him, that you have to be with them too. അപ്പോൾ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി നാം ജീവിക്കും. And we have to have a life with the characteristics of God himself. നന്മ ചെയ്യുകയും കൂട്ടായ്മ യേശു ചെയ്തിരുന്നു. Jesus has done good and he has definitely had his fellowship shared with അതുപോലെ others. ദൈവത്തെ സ്തുതിച്ചിരുന്നു. At the same time he praised God. അപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത്. And that is the moment the presence of God was appeared to him. ഞാൻ ഒരുപാട് നേരമായി പ്രസംഗിക്കാൻ തുടങ്ങിയ അവസാനത്തെ പോയിന്റ് കൂടെ പറഞ്ഞു നിർത്തട്ടെ. Let me get into the last concluding verse of it. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പോഷത്വമായ ക്രൂശിനെ പ്രസംഗിക്കുന്നതും ദൈവത്തിന് പ്രസാദമാണ്. In Corinthians chapter 1, 1 Corinthians 1:21. chapter 1 verse 29 is that the foolish thing of sharing the gospel is pleasing unto God. ക്രൂശിന്റെ വചനം മറ്റുള്ളവർക്ക് പോഷത്വമായിരിക്കാം, എന്നാൽ ദൈവത്തിന് അത് പ്രസാദമാണ്. But probably the gospel is foolishness to other people, but to God it is pleasing to him. അത് ദൈവത്തിന് മഹത്വമാണ്. It brings glory to God. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? Are we doing that now? യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ, When we say that Jesus laid his life for us, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ, when we say that we claim that he died for others people, അവൻ മാത്രമേ രക്ഷകനുള്ളൂ എന്ന്, and when we say that he alone is our അവൻ salvation, ഒരിക്കലും നിന്നെ കൈവിടുകയില്ലെന്ന് പറയാൻ, and when we claim that he will never leave us, അപ്പോൾ അതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. യേശുവിനെ കുറിച്ച് പറയുന്നത്, ഷെയർ ചെയ്യുന്നത്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ മറ്റുള്ളവർക്ക് പോഷത്വമാണെങ്കിലും നിനക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വേണമെങ്കിൽ ക്രൂശിനെ വചനം പറയുന്നത് ദൈവത്തിന് പ്രസാദമാണ്. when you share this good news to other people, even though it might be foolish unto the other people, they might think that you are a fool, but you should understand that when you share this good news to other people, that is pleasing unto the God. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പർപ്പസിൽ ഡിസ്ട്രാക്ട് ചെയ്യാതെ വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്ത് വേർപെട്ടവനായി കർത്താവിനെ സ്തുതിച്ച് നന്മ ചെയ്ത് കൂട്ടായ്മ ആചരിച്ച് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം നിന്നോട് കൂടെയുണ്ട്. When you don't distract yourself from the purpose of God, but taking a step rather in faith and following the pattern of separating yourself from the Gentile people, and when you have a fellowship with other people doing good things and proclaiming this good news to others, that's the moment God's presence you will enjoy in the fullest. ഈ കാര്യമെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. യേശു അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, കാരണം അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. നീയും പ്രസാദമുള്ളത് ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. കാരണം അവൻ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് നിരാശനാകേണ്ട ആവശ്യമില്ല, ഏകാന്തതയിൽ വസിക്കേണ്ട ആവശ്യമില്ല. യേശുവുമായി കൈപിടിച്ച് നിനക്ക് ജീവിതത്തിൽ ഏത് ലോക്ക്ഡൗണിലും ഏത് കൂരിരുട്ടിലും ഏത് സമയത്തും അവന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ ഗ്രഹിക്കാൻ കഴിയും. ദൈവമായ കർത്താവേ നമ്മെ സഹായിക്കട്ടെ അതിനുവേണ്ടി.
If you do all these things in the right manner, and if you do the things which is pleasing unto God, as we said, then you can enjoy the quality presence of God. You can enjoy the fullness of Him. Even though you walk through the valley of death, you will fear nothing, but God will be holding you, and you will never feel lonely anymore in your life. You will never feel depressed and discouraged in your life. God will help you, but rather you have to do the things in the right manner, which is pleasing unto God's presence. May God bless you. ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നീ പ്രസാദിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ നീ ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? Can you examine yourself this morning? Are you going through this kind of situation of loneliness and desperation in your life? ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധാനത്തിൽ താഴ്ത്തി നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ബ്രദർ NV വർഗീസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. We are going to pray when we examine ourselves and when we surrender our lives to Christ this moment. We are going to pray. Brother NV uncle is going to pray. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ കാലം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവജനം കേൾപ്പാനും ദൈവത്തിന് പാടുവാനും ദൈവം അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഞങ്ങളെ സഭയായ വ്യക്തികളായ കുടുംബങ്ങളായ എവിടെയായി പരിപാലിച്ചു. ഞങ്ങളെ തത്വത്തോളം നടത്തിയ വിധം സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനിൽ കൂടി ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ദിവസങ്ങൾ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ എന്ന് ചിന്തിപ്പാൻ തോക്കണം. ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിൽ പറയുന്നു, എൻ്റെ പിതാവ് അയച്ചവനെ ഞാൻ പ്രസാദിപ്പിച്ചതുകൊണ്ട്, ഇത് പ്രസാദമുള്ള ചെയ്തുകൊണ്ട് ദൈവം ഞാൻ ഏകനായിട്ട് വിട്ടിട്ടില്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെയുണ്ട് എന്നുള്ള ആ വചനം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആലിയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ ആയിട്ട് ഭവനങ്ങളിലായിരിക്കുമ്പോൾ, ഏകാന്തതയിലായിരിക്കുമ്പോൾ, ഞങ്ങൾ അവിടെ ഭാരത്തിലെ പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ദൈവജനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ശക്തിപ്പെടുവാൻ ബലപ്പെടുവാൻ ദൈവമായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ആലിയ സ്തോത്രം ചെയ്യുന്നു. ആലിയ സ്തോത്രയാഗത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ആലിയ സ്തോത്രം. നൽകപ്പെട്ട മെസ്സേജ് കേൾക്കുവാൻ തക്കണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി നിന്റെ ദാസനെ ഒരുക്കിയതിനായി സ്തോത്രം. പിന്നെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കണം നിന്റെ ദാസനെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാം ഒന്ന് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ വൈറസിൽ ദൈവം അനേകം പേര് കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നുള്ളവരെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്ത് തന്നെ അനേകം പേര് രോഗത്തിൽ കൂടെ കടന്നു പോകുന്നുള്ളവരെ സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ചകൾ അനേകം പേര് ലോകത്തിന് മാറ്റപ്പെടുവാനിടയായി. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആലിയ സ്തോത്രം ചെയ്യുന്നു. ഈ വൈറസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആരാധനാലയങ്ങളൊക്കെ അടച്ചു കിടക്കുകയാണല്ലോ. എത്രയും പെട്ടെന്ന് തുറന്ന് ഞങ്ങൾക്ക് ആരാധനാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാന്, പാടുവാന്, ആരാധിപ്പാന്, ദൈവമഹത്വം കാണുവാൻ ഞങ്ങൾക്ക് പിന്നെയും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ എല്ലാവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഈ ഓൺലൈനിൽ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടി സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ലോകവിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയോടെ എന്ന് പരിപാലിക്കണം പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച പ്രൊസീജിയറിനായി കടന്നു പോകുന്ന സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭാരതത്തിലെ പ്രയാസത്തിലായിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരാഴ്ചക്കാലം ഞങ്ങൾ ജീവിക്കാനുള്ള എല്ലാ കൃപകളും സഹായിക്കണേ. രോഗദുഃഖാദികളിൽ നിന്ന് എല്ലാവരെയും വിടുവിച്ച് പരിപാലിക്കണം പ്രാർത്ഥിക്കുന്നു. ആലിയ ഞങ്ങൾക്ക് പിന്നെയും കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താൻ ദൈവം കൃപയാണ് പ്രാർത്ഥിക്കുന്നു. ആലയത്തോടെയാണ് സഹായിക്കാനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കരങ്ങളേൽപ്പി ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹണമേ. എല്ലാ ദിവസവും നമ്മൾ നിറയ്ക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സവകാശവും നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും ലോകത്തുള്ള എല്ലാ മനുഷ്യവർഗത്തോടും, പ്രത്യേകിച്ച് ഈ രോഗത്താൽ ഭാരപ്പെടുന്ന, നിരാശരായി ഏകാന്തതയായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോടൊക്കെയും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ കൃപ നമ്മെ പിന്തുടരട്ടെ. ആമേൻ.